നമസ്കാരം. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തതിലും അടിവസ്ത്രത്തിൽ നിർത്തി പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചതിലും ഗുരുതരമായ ചട്ടലംഘനമെന്ന് റൂറൽ എസ്.പിയുടെ റിപ്പോർട്ട്. എ.എസ്.പിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച് ഉത്തരമേഖല ഐ.ജി എന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ജെ.എസ്. സിദ്ധാർത്ഥന്റെ ദുരൂഹമരണത്തിൽ മുഴുവൻ പ്രതികൾക്കും ജാമ്യം അനുവദിച്ച കോടതി ഉത്തരവും ഇന്നത്തെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം റൂബിൻ ലാലിന്റെ വാർത്തയിലേക്ക്. റൂബിൻ ലാലിന് നീതി വേണം. അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ സിഐ ആൻഡ്രിക് ഡ്രോമിക് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തൽ. തൃശൂർ റൂറൽ എസ്.പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നടപടിക്ക് ഉത്തരമേഖല ഐ.ജി കെ സേതുരാമൻ ഉത്തരവിട്ടു. റൂബിനെ ലോക്കപ്പിൽ അടിവസ്ത്രത്തിൽ നിർത്തിയതുൾപ്പെടെ പോലീസിന്റെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന് റിപ്പോർട്ടിലുണ്ട്. അതേസമയം സിഐ ആൻഡ്രിക് ഡ്രോമിക് തെളിവ് നശിപ്പിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് റൂബിൻ ലാലിന്റെ മാതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം, ഒപ്പം അതിരപ്പള്ളിയിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക്, തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റൂറൽ എസ്.പിയുടെ റിപ്പോർട്ടിൽ അത് വളരെ കൃത്യമായി തന്നെ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആൻഡ്രിക് ഡ്രോമിക്കെതിരെ ഏറെക്കുറെ നടപടി ഉറപ്പായിരിക്കുന്നു. ഇനി അടുത്ത പടി എന്താണ്? റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഇതിൽ തുടക്കത്തിൽ ഈ തന്നെ പോലീസിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ ആൻഡ്രിക് ഗ്രോമിക് എന്ന ഐ.പിയുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ചട്ടലംഘനം ഉണ്ടായിരുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും അവിടുത്തെ ഡിവൈഎസ്പി ആർ അശോകൻ, ചാലക്കുടി ഡിവൈഎസ്പി അശോകൻ അദ്ദേഹത്തെ രക്ഷിക്കുന്ന വിധത്തിലായിരുന്നു പ്രാഥമിക റിപ്പോർട്ട് അയച്ചത്. ആ റിപ്പോർട്ട് ഐ.ജി നോർത്ത് സോൺ കെ സേതുരാമൻ തള്ളുന്നു. കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ പറയുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക്, PR ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമപ്രവർത്തകർ, ആ ഉത്തരവിൽ ഐ.ജി നോർത്ത് സോൺ കെ സേതുരാമന്റെ ഉത്തരവ് തന്നെ യഥാർത്ഥത്തിൽ ഈ ഐ.പിക്കെതിരായ, CI-ക്കെതിരായ കുറ്റപത്രമാണ്, ചാർജ് ഷീറ്റാണ് എന്നുള്ളതാണ് വസ്തുത. അതിൽ പ്രധാനമായി അദ്ദേഹം പറയുന്നത് പോലീസ് സേനയ്ക്കാകെ, ആ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അതിന്റെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഈ ആൻഡ്രിക് ഗ്രോമിക് ചെയ്തത് എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മറ്റ് 2 ഒഫൻസുകൾ കൂടി അതിൽ ഉയർത്തിക്കാണിക്കുന്നു. ഒന്ന്, ചട്ടം പാലിക്കാതെയുള്ള അറസ്റ്റ്. അതായത് മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകനായ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തത് ചട്ടം ലംഘിച്ചുകൊണ്ടാണ്. അതായത് CRPC-യിൽ, ഇന്ത്യൻ ശിക്ഷാ നിയമം പോലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഒരു അറസ്റ്റ് എങ്ങനെ നടക്കണമെന്നുണ്ട്. അതിൽ കൃത്യമായി 41A നോട്ടീസ് നൽകണമെന്നുണ്ട്. അത് നടപടിക്രമം പാലിക്കാതെയാണ് അർദ്ധരാത്രിയിൽ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. മർദ്ദിച്ചതും ഫോൺ തകർത്തതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വേറെയുമുണ്ട്. മറ്റൊന്ന്, അടിവസ്ത്രത്തിൽ നിർത്തി. ഈ 2 കാര്യങ്ങളും ചട്ടലംഘനമാണ്. ഇതിൽ വകുപ്പുതല നടപടിക്ക് വേണ്ടിയുള്ള പ്രാഥമികമായ അന്വേഷണത്തിനുള്ള കുറ്റപത്രം, ചാർജ് ഷീറ്റ് 15 ദിവസത്തിനകം നൽകാൻ വേണ്ടി റൂറൽ അഡീഷണൽ എസ്.പിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഐ.ജിയുടെ ഉത്തരവ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫോൺ തല്ലിത്തകർത്ത കാര്യമുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതേയുള്ളൂ. അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലില്ല. ഈ പറഞ്ഞ ഉത്തരവിലും അന്വേഷണം നടപടി ഉന്നയിച്ചുകൊണ്ടുള്ള ഉത്തരവിലും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. റൂബിൻ ലാലിന്റെ ഫോൺ ആൻഡ്രിക് ഗ്രോമിക് റോഡിൽ എറിഞ്ഞു പൊളിച്ചു എന്നുള്ള കാര്യം ഇന്നും അദ്ദേഹം ജയിലിൽ നിന്നും നമ്മുടെ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചതാണ്. ആ കാര്യത്തിലുള്ള അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. പക്ഷേ ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഗൗരവമായി ഇടപെടുന്നു. പ്രത്യേകിച്ചും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതിയിൽ DGPക്ക് തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ ആദ്യപടിയായാണ് കൃത്യമായി ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക്, പ്രാഥമിക നടപടിയിലേക്ക് കടന്നത്. മാത്രവുമല്ല, ഈ ഉത്തരവ് തന്നെ യഥാർത്ഥത്തിൽ CI-ക്കെതിരായ ഒരു കുറ്റപത്രമായി തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അനുജ, രാജേഷ്, അതാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിന്മേലുള്ള അടുത്ത പടിയായി ഇപ്പോൾ ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെ നടപടി ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്ന വിവരമാണ് ദീപക് ധർമ്മടം നൽകുന്നത്. നമ്മൾ ഇനി പോകുന്നത് അതിരപ്പള്ളിയിലേക്കാണ്. അവിടെ നിന്ന് സൂരജ് സജി തത്സമയം ചേർന്നു. സൂരജ് ഉള്ളത് റൂബിൻ ലാലിന്റെ വസതിയിലാണ്. മാതാവിനൊപ്പമാണ് സൂരജ് സജി ഉള്ളത്. സൂരജ്, ഇതിലിപ്പോൾ ദീപക് റിപ്പോർട്ട് ചെയ്ത വാർത്തയിലുള്ള മാതാവിന്റെ പ്രതികരണം വരുന്നുണ്ടായിരുന്നു. അതിൽ സന്തോഷം അറിയിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നടപടി അവസാനിപ്പിക്കരുത്. സ്വാഭാവികമായും അവരുടെ ആവശ്യവും അത് തന്നെയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെയുള്ള കൂടുതൽ നടപടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മാതാവിന്റെ പ്രതികരണം നമുക്ക് തത്സമയം നൽകാൻ കഴിയുമോ?
തീർച്ചയായും അനുജ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം പ്രതികരിക്കുന്ന ഇത്തരത്തിലാണ്. അതായത് ഇതിൽ വലിയ ഗൂഢാലോചന അത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വനം വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിനടക്കമുള്ള നടപടികൾ അത് ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ മൊബൈൽ ഫോൺ അത് നശിപ്പിച്ചതിനെ കുറിച്ച് ഇന്ന് റൂബിനുമായി നമ്മൾ ജയിലിലെത്തി സംസാരിക്കുകയുണ്ടായി. ആ സമയത്ത് റൂബിൻ പറഞ്ഞത് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി 300 മീറ്റർ അപ്പുറത്ത് കണ്ണംകുഴി പാലത്തിൽ എത്തുന്ന സമയത്ത് അവിടെ വെച്ച് CI തന്റെ മൊബൈൽ ഫോൺ വാങ്ങി റോഡിൽ എറിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം CI കാറിലുണ്ടായിരുന്ന ടോർച്ച് അടിച്ച് ഈ മൊബൈൽ ഫോൺ എവിടെയെന്ന് തിരഞ്ഞു കണ്ടെത്തി. അതിനുശേഷം ആ മൊബൈൽ ഫോൺ ഒടിച്ച് അതായത് രണ്ടായി മടക്കിയതിനു ശേഷം ഈ തോട്ടിലേക്ക് എറിഞ്ഞു എന്നുള്ള കാര്യമാണ് റൂബിൻ പറയുന്നത്. അത് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെടുന്നത്. ഈ ഫോൺ നഷ്ടപ്പെട്ടതിൽ അതായത് ഈ കേസിലെ സുപ്രധാന തെളിവ് എന്ന് പറയുന്നത് അത് ഈ മൊബൈൽ ഫോണാണ്. ആ തെളിവ് നശിപ്പിച്ചതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ പോലീസ് വീഴ്ച സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ അതിൽ പൂർണ്ണ സംതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിലും റൂബിന്റെ അമ്മ പറയുന്നത്. എന്തായാലും നമുക്ക് അമ്മയുടെ പ്രതികരണത്തിലേക്ക് പോകാം. എന്തായാലും പോലീസ് വീഴ്ച സമ്മതിച്ചിരിക്കുന്നു, പക്ഷേ കർശന നടപടി വേണം അല്ലെ? അതെ, നിരപരാധിയായ എൻ്റെ മോനെ ഇങ്ങനെ ശിക്ഷിച്ചതിന് അവർക്കെതിരെ വേണ്ട നടപടികൾ എടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരുമെന്നൊരു വിശ്വാസം. വലിയ ഭീതിയായിരുന്നു അന്ന് രാത്രിയല്ലേ? അതെ, ഇപ്പം എനിക്കിവിടെ കിടന്നുറങ്ങാൻ പേടി. എൻ്റെ മോനെ ഉപദ്രവിച്ച് കൊണ്ടുപോയ പോലെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഞാനൊരു നാട്ടുമൃഗസ്ഥലത്തി 2 വാതിൽ 3 വാതിൽ അടച്ച് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങണം ഞാനാണ്. ഞാൻ എനിക്ക് വരുമ്പോൾ വാതിൽ തുറന്നു കിടക്കണം. എനിക്കിപ്പോഴും കിടന്നുറങ്ങാനൊരു പേടി തോന്നുന്നു. അവരാമാതിരി എന്നെ എൻ്റെ കുടുംബത്തിനെ പേടിപ്പിച്ച്, അല്ലാണ്ട് എൻ്റെ മോനെ തട്ടിക്കൊണ്ടുപോലെ തന്നെയല്ല അവർ ചെയ്തത്. ഇത്തരത്തിൽ തന്നെയാണ് അനുജ. എന്തായാലും സാമൂഹ്യ പ്രവർത്തകർ അടക്കമുള്ള കുസുമൻ ജോസഫ് അടക്കമുള്ളവർ എന്തായാലും പോലീസ് വീഴ്ച ഈ ഘട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. ഇല്ല, ഇപ്പൊ ഈ അമ്മ പറഞ്ഞത് കേട്ടോ, അവർക്ക് ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്. രാത്രിയിൽ ഇവിടെ കിടന്നുറങ്ങിയ അമ്മ അവരാ മുറിയിലാണ്, റൂബിൻ ഈ മുറിയിലാണ് കിടക്കുന്നത്. സോമലാൽ വിളിച്ചിട്ട് പിന്നെ അനിയന് ഫോൺ കൊടുക്കുമെന്ന് പറയുമ്പോൾ അമ്മ സ്വാഭാവികമായിട്ടും ഈ ഫോണും കൊണ്ട് വരും ഇവന് കൊടുക്കാൻ വേണ്ടി. വന്നു നോക്കുമ്പോൾ ഈ വലിയ ഡോറ് തുറന്നു കിടക്കുന്നു, റൂബിൻ്റെ ഡോറ് തുറന്നു കിടക്കുന്നു. റൂബിനെ കാണാനില്ല, ഫോണും ഇല്ല, അവൻ ചെരുപ്പ് ഇവിടെ ഉണ്ട്. ഇതെന്താ അവസ്ഥയാണ്? അവർ നിലവിളിച്ചു പോയി എന്നാ പറഞ്ഞത്. ഉറക്ക കരഞ്ഞു. അത് കേട്ട് സോമലാൽ പറഞ്ഞു എന്ന്, ചേട്ടൻ അമ്മ പേടിക്കാതെ ഞാൻ എവിടെ ഉണ്ടെങ്കിലും അവനെ കൊണ്ടുവരാമെന്ന്. ഇപ്പം അവർ പറയുന്നത് സോമു ഇപ്പോൾ ഇവിടെ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അവനെയും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ പേടിയാകും. ഇത് കേരള പോലീസാണോ? എന്താ ഇവർ വിചാരിക്കുന്നത്? ഇവിടെ നിയമവാഴ്ചയൊന്നും ഇല്ലേ? ഈ SHOയെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് മറ്റു പോലീസുകാർക്ക് മാതൃകയാകണം. അതാണ് വേണ്ടത്. SHO എന്ത് മര്യാദകേടാണ് കാണിച്ചത്? ഇവരിവിടെ ഉറങ്ങല്ലേ? ഇവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരിവിടെ ഉറങ്ങുന്ന സമയത്ത് വാതിൽ തുറന്നിട്ടിട്ട് ഇളം പിടിച്ചോണ്ട് പോയി. വേറെ ആരുമില്ല ഈ വീട്ടില്, ഈ അമ്മ മാത്രം. ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, മോനെ കാണാതെ ഇവർക്ക് വല്ല ഹൃദയസ്തംഭനം വന്നിരുന്നെങ്കിലോ, എന്തൊക്കെ സംഭവിക്കാം. ഇത്തരത്തിൽ തന്നെയാണ് അനുജ. എന്തായാലും വലിയ പ്രതിഷേധം അത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഈ അറസ്റ്റിന്റെ ഒരു നടപടിക്രമവും പാലിക്കാതെയാണ് റൂബിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ അന്വേഷണം വേണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം. ഈ തെളിവ് നശിപ്പിച്ചതിലടക്കം വിപുലമായ രീതിയിലുള്ള അന്വേഷണം വേണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കുടുംബം ആവശ്യപ്പെടുന്ന അനുജ. അതെ, നിലവിലിപ്പോൾ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് അറസ്റ്റിന്റെ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചിട്ടുണ്ട് എന്നതിലാണ്. എന്നാൽ റൂബിൻ ലാലിന്റെ മൊബൈൽ ഫോൺ നശിപ്പിക്കുന്നു, അത് അത്തരത്തിലേക്കുള്ള കുറ്റകൃത്യവും ഒക്കെ ആൻഡ്രിക് ഗ്രോമിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തവർ അവർക്കെതിരെയും ഒക്കെ നടപടി വേണം. ഇതിൽ മുഖ്യമന്ത്രിയിൽ വിശ്വാസമർപ്പിക്കുകയാണ് ആ മാതാവ്. വീണ്ടും ഇന്ന് സംഭവിച്ചതിലേക്ക്. ജയസിദ്ധാർത്ഥന്റെ മരണത്തിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിലേക്കാണ് ഇനി. എതിർപ്പിനിടെ ജാമ്യം. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജയസിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ തെളിവില്ലെന്ന് ഹൈക്കോടതി. കേസിൽ 19 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണം. വിധി നിരാശാജനകമെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. എൻ്റെയും സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ നമ്മളെ കുടുംബത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ നിരാശകരമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ജാമ്യം കിട്ടുമെന്ന്. പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു ക്രൂര കൊലപാതകം ചെയ്ത ഇതുപോലുള്ള ചെന്നായ്ക്കളെ പോലുള്ള ഒരാൾക്ക് ഒരു ജാമ്യം കൊടുക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനും എൻ്റെ കുടുംബവും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
പിന്നെ കോടതി കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. കോടതിയെ ഞാൻ ആ ഒരു കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കോടതിക്ക് കിട്ടുന്ന തെളിവുകളോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളോ എനിക്ക് നിയമം കൂടുതൽ അറിയില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ കേട്ട സിദ്ധാർത്ഥൻ്റെ മരണം കേട്ടതുപോലുള്ള ഭയങ്കര ഒരു ദുഃഖമായിരുന്നു ഞാൻ ഇന്ന് കേട്ട ഒരു വാർത്ത. ജാമ്യം അവർക്ക് കിട്ടാൻ പാടില്ല അല്ലെങ്കിൽ കിട്ടില്ല എന്നാണ് ഞങ്ങൾ ഉറച്ചിരുന്നത്. കോടതിയല്ലല്ലോ ലാസ്റ്റ് വിധി, ദൈവമുണ്ടല്ലോ, ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാ. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, തിരുവനന്തപുരത്ത് നേവി ജയശങ്കർ എന്നിവർ തത്സമയം. ആദ്യം അശ്വിൻ പാലാഴിയിലേക്ക്. അശ്വിൻ, ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് മുഴുവൻ പ്രതികൾക്കും, പക്ഷേ ഇതിൽ തെളിവില്ല എന്ന് കോടതി പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായും അനുജ, കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിർണായകമായ നിരീക്ഷണങ്ങളാണ് ജസ്റ്റിസ് DS ഡൈസിന്റെ ബെഞ്ച് ഇന്ന് നടത്തിയത്. ഏറ്റവും പ്രധാനമായി ഈ പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നതിന് മതിയായ തെളിവുകളില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം. ഒപ്പം തൂങ്ങിയ പാടുകളല്ലാതെ മറ്റ് ബലപ്രയോഗത്തിൻ്റെതോ ആക്രമണത്തിൻ്റെതോ യാതൊരു പാടുകളും സിദ്ധാർത്ഥൻ്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്താനായില്ല എന്ന റിപ്പോർട്ടുകളടക്കം പരാമർശിച്ചുകൊണ്ട് കോടതി പറഞ്ഞിട്ടുമുണ്ട്. ഒപ്പം ഈ പ്രതികൾക്ക് 19 പേർക്കും ഇതിനു മുൻപ് മറ്റൊരു ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടോ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അവർ വിദ്യാർത്ഥികളാണ്, ഇതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഈ പ്രതികൾക്ക് എതിരായ ജനവികാരം, പൊതുസമൂഹത്തിൻ്റെ വികാരം കണക്കിലെടുത്തുകൊണ്ട് ഇവർക്ക് ജാമ്യം നിഷേധിക്കാനാവില്ല എന്നുകൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും കർശന ജാമ്യോപാധികളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രതികൾ വയനാട് ജില്ല വിട്ട് പുറത്തു പോകാനാവില്ല. ഒപ്പം ഈ കേസിൻ്റെ വിചാരണ നടപടികൾ പൂർത്തിയാകും വരെ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുമാവില്ല. എല്ലാവരുടെയും 19 പേരുടെയും പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്ന് കൂടി ജാമ്യ ഉപാധിയുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഈ ജാമ്യം നൽകിയതിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. അപ്പം പിതാവ് തന്നെ പറയുന്നു, ജാമ്യമൊക്കെ ലഭിച്ചെങ്കിലും ഇതിന് വേണ്ട തെളിവുകളാണ് കോടതിക്ക് മുമ്പിൽ വേണ്ടത്. പക്ഷെ അതൊക്കെ പണ്ടേ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ഈ സിദ്ധാർത്ഥൻ്റെ പിതാവ് തന്നെ പറയുന്നുണ്ട്. CBIയുടെയും പോലീസിൻ്റെയും ഒപ്പം സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ വിശദമായ വാദം കേട്ട ശേഷമാണ് ഈ ജാമ്യം നൽകിയത്. അതാണ് CBIയുടെയും ഒപ്പം സിദ്ധാർത്ഥന്റെ മാതാവിന്റെയും ഒക്കെ ആവശ്യമുണ്ടായിരുന്നു ജാമ്യം നൽകരുത്. എന്നാൽ ആ ആവശ്യമെല്ലാം തള്ളിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. AV ജയശങ്കർ കൂടി തത്സമയമുണ്ട്. ജയശങ്കർ, പിതാവ് പറയുന്നത് പോലെ ഇതിൽ തെളിവുകൾ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ തെളിവുകളൊക്കെ എന്നോ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിനെ പിതാവ് വളരെ വൈകാരികമായാണ് നമ്മോട് പ്രതികരിച്ചത്. കാരണം ഇത്തരത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. തെളിവുകളെല്ലാം തന്നെ നേരത്തെ പ്പെട്ടു. പോലീസിന്റെ ഉൾപ്പെടെ അന്വേഷണത്തിൽ വലിയ തോതിലുള്ള വീഴ്ച ഉണ്ടായി. പോലീസ് അന്വേഷണം നടത്തിയ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒന്നും തന്നെ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നില്ല. ഇത് ഈ ഒരു കോടതിയിലെത്തിയൊരു ഘട്ടത്തിൽ വലിയൊരു വീഴ്ചയായി. കോടതിക്ക് വേണ്ടത് തെളിവുകളായിരുന്നു, പക്ഷേ ആ തെളിവ് കൃത്യമായി എത്തിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഇതാണ് ഇത്തരത്തിൽ ജാമ്യം ലഭിക്കാൻ ഒരു കാരണമായി എന്നാണ് പിതാവ് പറഞ്ഞത്. ഈ നടപടിക്കെതിരെ മുന്നോട്ടുള്ള തുടർ നീക്കങ്ങളുമായി മുമ്പോട്ട് പോകുമെന്നാണ് കുടുംബം നിലവിൽ വ്യക്തമാക്കുന്നത്. വക്കീലുമായി ആലോചിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. നിലവിൽ സിംഗിൾ ബെഞ്ചാണ് 19 പ്രതികൾക്ക് നിലവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ ഉൾപ്പെടെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ വരും ദിവസത്തിൽ തന്നെ ഉണ്ടാകും. മാതാവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായി തന്നെയാണ് പ്രതികരിച്ചത്. കാരണം മാതാവ് ഉൾപ്പെടെ ഈ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി 19 പ്രതികൾക്കും നിലവിൽ ജാമ്യം അനുവദിക്കുന്നത്. തെളിവുകളുടെ അഭാവം തന്നെയാണ് ഇത്തരത്തിലൊരു ജാമ്യത്തിലേക്ക് പോകുന്നത്. ഒപ്പം തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആർഷോക്കെതിരെയും കുടുംബം വലിയ തോതിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ഈ 2 ആഴ്ചയോളം SFIയുടെ സംസ്ഥാന സെക്രട്ടറി കോളേജിൽ ക്യാമ്പ് ചെയ്ത് തെളിവുകൾ നശിപ്പിച്ചിരുന്നു എന്ന് പിതാവ് ആരോപിച്ചിരുന്നു. ഇന്ന് സമാനമായ ആരോപണം വീണ്ടും ഉന്നയിക്കുകയാണ്. ഇതിന് പിന്നിൽ SFIയുടെയും CPMന്റെയും ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയതോടുകൂടിയാണ് പോലീസ് അന്വേഷണം പകുതി വഴിയിൽ അവസാനിപ്പിക്കുകയും തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും പിതാവ് ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ തന്റെ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നാണ് പിതാവ് ഇന്ന് വ്യക്തമാക്കിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവ് ഹർജി സമർപ്പിക്കും. ഇനിയിപ്പോൾ കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് പ്രതികൾക്ക് ജാമ്യം നൽകിയത്. അതിൽ മേൽക്കോടതിയിലേക്ക് അപ്പീൽ നൽകുക എന്ന തീരുമാനത്തിലേക്കാണ് കുടുംബം എത്തിച്ചേരുന്നത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാന്ത ധ്യാനം 2ാം ദിവസം തുടരുകയാണ്. ധ്യാനനിരതനായ നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു. കന്യാകുമാരിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവേകാനന്ദ പാറയിലേക്ക് നാളെ വരെ സഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. കന്യാകുമാരിയിൽ നജീഷ് ജയകുമാർ
വിശദാംശങ്ങളുമായി അജീഷ്, എന്താണിപ്പോൾ കന്യാകുമാരിയിൽ നൽകാനുള്ള വിവരങ്ങൾ? അനുജ, ഈ കന്യാകുമാരിയിൽ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഇവിടത്തെ ഈ സൺസെറ്റ് കാണാനാണ്, സൂര്യാസ്തമയം കാണാനാണ്. അല്പസമയം മുമ്പ് പക്ഷേ സൂര്യൻ ഈ അറബിക്കടലിന്റെ ഈ ചക്രവാളത്തിൽ മുങ്ങി താഴ്ന്നു പോയിരുന്നു. എന്തായാലും നമ്മൾ ഇരിക്കുന്നതിന്റെ നേരെ എതിർവശത്താണ് നരേന്ദ്രമോദി ധ്യാനം ഇരിക്കുന്ന വിവേകാനന്ദ പാറ. ഇവിടെ ഈ പോലീസിന്റെയൊക്കെ കർശന നിയന്ത്രണം ഉള്ളതുകൊണ്ട് നമുക്ക് ക്യാമറ അങ്ങോട്ടേക്ക് തിരിക്കാൻ അനുവാദമില്ല. അങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ പോലീസ് അത് തടയും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചത്. പക്ഷേ സഞ്ചാരികൾക്ക് ഇങ്ങോട്ടേക്ക് കാൽനടയായിട്ട് വരാൻ വിലക്കൊന്നുമില്ല. പക്ഷേ എല്ലാ ദിവസവും സാധാരണ ഉണ്ടാകുന്നത്ര തിരക്ക് കന്യാകുമാരിയിൽ ഇന്നലെയും ഇന്നുമായിട്ടും ഉണ്ടായില്ല. നാളെയും കുറവായിരിക്കും. കാരണം അത്രയ്ക്കും നിയന്ത്രണമുണ്ട്. 2000-ലധികം പോലീസുകാരെ പല ഭാഗത്തായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി ധ്യാനം ഇരിക്കുന്ന ഈ വിവേകാനന്ദ പാറയുടെ ചുറ്റിനുമായി കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും ഒപ്പം തന്നെ കുറച്ചകലെ ഇന്ത്യൻ നേവിയുടെ കപ്പലുമുണ്ട്. അങ്ങനെ അവർ 24 മണിക്കൂറും ഈ വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റുമായി റോന്ത് ചുറ്റുകയാണ് സുരക്ഷയുടെ ഭാഗമായിട്ട്. അതുപോലെ ഇന്നലെ ഇതേപോലെ ഒരു സൂര്യാസ്തമയത്തിന് ശേഷമാണ് നരേന്ദ്രമോദി ധ്യാനത്തിനായി കയറിയത് 6:45. അതിനുശേഷം അദ്ദേഹം ധ്യാനത്തിനിരുന്നു. ഇന്ന് അതിരാവിലെ എണീറ്റ നരേന്ദ്രമോദി രാവിലെ സൂര്യോദയവും കണ്ട ശേഷമാണ് വീണ്ടും പ്രാർത്ഥനകൾക്ക് ശേഷം ധ്യാനത്തിലേക്ക് കടന്നത്. അദ്ദേഹം നിരാഹാരം ആണ്, അതായത് ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം മാത്രമായിരിക്കും അദ്ദേഹം കഴിക്കുന്നത്. ധ്യാനത്തിലേക്ക് കടക്കുന്ന സമയത്ത് മൗനവ്രതത്തിലായിരിക്കും. ഈ മുറിയിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങില്ല. ധ്യാന മണ്ഡപം എന്ന് പറയുന്ന അവിടെയായിരിക്കും നരേന്ദ്രമോദി ധ്യാനം ഇരിക്കുന്നത്. നാളെ വൈകിട്ട് 3:30 വരെയാണ് നരേന്ദ്രമോദി ധ്യാനമിരിക്കുക. അതിനുശേഷം ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്ത് നിന്നും അതിനുശേഷം അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരണാസിയിലേക്കും തിരിക്കും. നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ധ്യാനം തുടരുകയാണ്. നാളെ വൈകിട്ട് 3:30 വരെ ഈ ധ്യാനം തുടരും. ഒരു മൃഗബലി ആരോപണവുമായി ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രി രംഗത്ത് വന്നതും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി വിവാദ ബലി. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിൽ മൃഗബലി നടന്നുവെന്ന ആരോപണവുമായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. തളിപ്പറമ്പ് രാജരാജേശ്വര ദേവസ്ഥാനത്തിന് സമീപമാണ് യാഗം നടന്നതെന്നും DK ശിവകുമാർ പറഞ്ഞു. വിവരശേഖരണത്തിനായി കർണാടക രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ കണ്ണൂരിലെത്തി. കേരളത്തിൽ ഇപ്പോഴും മൃഗബലി നടക്കുന്നുണ്ടോ? നിരോധിച്ച ദുരാചാരം കേരളത്തിലുണ്ടെന്നാണ് DK ശിവകുമാറിന്റെ ആരോപണം. ಶತ್ರು ಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚಬಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ. കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ രാഷ്ട്രീയ എതിരാളികളാണ് മൃഗബലി നടത്തിയതെന്ന് DK ശിവകുമാർ ആരോപിച്ചു. ഇതിനായി ആട്, പോത്ത്, പന്നി എന്നീ മൃഗങ്ങളെ ബലി കൊടുത്തു. ആരാണ് ചെയ്യിപ്പിച്ചതെന്ന് കൃത്യമായി അറിയാമെന്നും DK ശിവകുമാർ പറഞ്ഞു. ആരോപണത്തിന് പിന്നാലെ കർണാടക രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിന് കണ്ണൂരിലെത്തി. പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി DK ശിവകുമാർ വീണ്ടും രംഗത്തെത്തിയെങ്കിലും പൂജ നടത്തിയത് ആരെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ജനങ്ങളുടെ പ്രാർത്ഥന തനിക്ക് രക്ഷയാകുമെന്നും മന്ത്രവാദം ഏൽക്കില്ലെന്നും DK ശിവകുമാർ പറയുന്നു. എന്നാൽ കേരളത്തിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന വിവാദ വെളിപ്പെടുത്തലിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണ്. 24 ബംഗളൂരു. അതിനിടെ DK ശിവകുമാറിന്റെ മൃഗബലി ആരോപണത്തിൽ വ്യാപക പ്രതിഷേധമുയർന്നു. വിവാദ പ്രസ്താവനയിൽ വിവിധ ദേവസ്വങ്ങൾ അതൃപ്തി അറിയിച്ചു. DK ശിവകുമാറിനെ വിമർശിച്ച് CPIM രംഗത്തെത്തി. കൃത്യമായ വിവരങ്ങളില്ലാതെ നടത്തിയ പ്രസ്താവന പല ക്ഷേത്രങ്ങളെയും സംശയത്തിന്റെ നിഴലിലാക്കിയെന്നാണ് DK ശിവകുമാറിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം. കേരളത്തിൽ മൃഗബലിക്കുള്ള സാധ്യതയില്ലെന്നും ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്തുമെന്നും ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ പ്രതികരിച്ചു. തളിപ്പറമ്പ് തൃച്ചംബരം കാഞ്ഞിരങ്ങാട് ദേവസ്വം DK ശിവകുമാറിന്റെ ആരോപണം തള്ളി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലോ സമീപ ക്ഷേത്രങ്ങളിലോ മൃഗബലിയില്ല. വിവാദങ്ങളിലേക്ക് ക്ഷേത്രത്തിന്റെ പേര് വലിച്ചിഴച്ചത് ഖേദകരമെന്നും ദേവസ്വം അറിയിച്ചു. ആരോപണം വാസ്തവവിരുദ്ധമാണെന്ന് മലബാർ ദേവസ്വം ബോർഡും പ്രതികരിച്ചു. ഹിന്ദുസമൂഹത്തിൽ വികലമായ ആചാരങ്ങളില്ലെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്. ഇത് വെറുതെ പറയുന്ന ഒരു സ്റ്റണ്ടാണ്. ഇതിനകത്ത് ചുമ്മാ കാശ് പിടുങ്ങാൻ വേണ്ടി ആരെങ്കിലും ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായാലും ശാസ്ത്രത്തിലുള്ളതല്ല. ഞാൻ പറഞ്ഞ 14 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇങ്ങനെ നമ്മുടെ തന്ത്രശാസ്ത്രത്തിലോ മന്ത്രശാസ്ത്രത്തിലോ ഒന്നും ഇല്ല. ശിവകുമാറിന്റെ ആരോപണം ഭ്രാന്തെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭ്രാന്ത് ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെയുള്ള തൂന്നിയാസം പറഞ്ഞാൽ അതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് എന്താ പറയുക, എന്ത് പദപ്രയോഗം വേണം? പിന്നെ
വിവാദത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് 24. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.